പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുകയാണ് ജിഷാൻ മാഹി. നസൂഹിന് അതിന് ഡോക്ടർ എഴുതി, നസൂഹിന് അതിന് ഡോക്ടർ എഴുതി നമ്മുടെ ആളാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയാണത്. പിന്നെ നസൂഹെ റൈസാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരുടെ പിന്നെ റൈസാൻ ചെയ്യരുത്. ഇപ്പോ റൈസാൻ ചെയ്യാൻ നമുക്ക് ഡോക്ടറിന്റെ ചെയ്ത് അപ്പൊ അത് ബുദ്ധിമുട്ടാണല്ലോ. വളരെ മാന്യമായ രീതിയിൽ നമുക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ജിഷാൻ മാഹി പറയുകയാണ് പൊന്മളയോട്, എന്ത് ബഹുമാനപ്പെട്ട എപി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, മുടി കത്തിച്ചാൽ കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്ന് എപി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് കിട്ടിയ മുടി ഫാത്തിഹ ഓതി തന്നെ റസൂലുള്ളാഹിന്റെ മേലിൽ ഫാത്തിഹ ഓതി തന്നെ കത്തിച്ച്, പക്ഷെ അത് കത്തിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇയാള് പറയണ ആര് പൊന്മള പറയാണ്, എന്നാൽ അത് റസൂലുള്ളാഹിന്റെ തിരുശേഷം കത്തുകയില്ല എന്നത് ഹയാത്ത് കാലത്ത് മാത്രമാണ്. വഫാത്തിന് ശേഷം അത് കത്തിച്ചാൽ കത്തും. വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന്. ആ ഭാഗം ആദ്യം നമുക്കൊന്ന് കേൾക്കാം. യാതൊരു ഒരു സംശയത്തിന് ഇടമില്ലാത്ത രീതിയിൽ, ഒരു വളച്ചക്കെട്ടും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് അസ്ലം കൊടുവള്ളി ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി മൈക്കിലേക്ക് വരും. എന്നിട്ട് അദ്ദേഹം വിഷയം അവതരിപ്പിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അസ്ലം കൊടുവള്ളി വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ആദ്യമായി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ജിഷാൻ മാഹിയും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും സംസാരിക്കുന്ന വാക്കുകളാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അടക്കം പറഞ്ഞു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറും വാറത്ത് കത്തൂലാന്ന് എത്തുസ്താദ് അടക്കം പറഞ്ഞു. എത്തുസ്താദ് പരസ്യമായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞില്ല, തിരികേശം കത്തൂലില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാന്നല്ല. അസ്ലം കൊടുവള്ളി എന്താണ് വേണ്ടത്ര ശബ്ദം ഉണ്ടായിരുന്നല്ലോ. അസ്ലം കൊടുവള്ളി വളരെ ക്ലിയർ ആയിട്ടാണ് സാധാരണ ഉണ്ടാവാറ്. അസ്ലം കൊടുവള്ളി ഞാൻ പറഞ്ഞ കേൾക്കണ്ട, ക്ലിയറിനായിട്ടില്ല, നല്ല ശബ്ദം വേണം. അസ്ലം കൊടുവള്ളി ഒന്നും കൂടി മേക്കിക്കുക. ഈ മറ്റാരും ഇപ്പൊ റൈസ് ഹാൻഡ് ചെയ്ത് നമ്മുടെ ഉസ്താദുമാരില്ലാതെ മറ്റാരും ഇപ്പൊ റൈസ് ഹാൻഡ് ചെയ്യരുത് എന്ന് എല്ലാവരും കൈ താഴ്ത്തണം. ആ ഇഖ്ബാലൊക്കെ ഉണ്ടല്ലോ, ഇഖ്ബാൽ അവരൊക്കെ കൈ താഴ്ത്തണം. പടച്ചോനി ഇനി എല്ലാവർക്കും ഡോട്ട് ഉണ്ട്. അസ്ലം കൊടുവള്ളി ഒന്ന് മൈക്കിൽ വാ, ഞാൻ പറഞ്ഞ കേൾക്കണ്ട. ഓൾ ഡോട്ടർ അല്ലേ ഇപ്പൊ തൽക്കാലം. അസ്ലം കൊടുവള്ളി മൈക്കിൽ വരണം, മൈക്കെടുക്ക്. അസ്ലം ഡി സി ആയിട്ടുണ്ടോ അല്ലേ? അസ്ലം കൂടുതൽ ഡി സി ആയിട്ടുണ്ട്. ആ ഭാഗം ആർക്കൊന്ന് കേൾപ്പിക്കാൻ സാധിക്കുക? അസ്ലം അല്ലാത്ത ആർക്കാണ് കേൾപ്പിക്കാൻ സാധിക്കുക? അസ്ലം കൂടുതൽ ഡി സി ആയിട്ടുണ്ട്. നൂറിന്തങ്ങളുടെ അവിടെ നൂറിന്തങ്ങൾ ഉണ്ടല്ലേ? നൂറിന്തങ്ങളുടെ ജലീൽ വെക്കാം. എന്നാ ജലീൽ അമ്പലക്കണ്ടി റൈസെന്റ് ചെയ്യും. ജലീൽ അമ്പലക്കണ്ടി റൈസെന്റ് ചെയ്യും. ആ ഭാഗം തന്നെയാണ്, വേറൊന്നല്ല. ആ ഭാഗം തന്നെ ആയിക്കോട്ടെ. ജലീൽ അമ്പലക്കണ്ടി ചെയ്യും. അടക്കം പറഞ്ഞു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറും വാറത്ത് കത്തൂലാന്ന് എത്തുസ്താദ് അടക്കം പറഞ്ഞു. എത്തുസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാന്നല്ല. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് തന്നെ ഞാനത് കത്തിച്ചു, അത് കത്തി. ഞാൻ ഏറ്റുസ്താദ് പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് റസൂലുള്ളാഹിന്റെ ആയത്ത് കാലത്താ. ഞാൻ ഏറ്റുസ്താദ് പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് റസൂലുള്ളാഹിന്റെ ആയത്ത് കാലത്താ. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന റസൂലുള്ളാഹിന്റെ മൗജിദാത്തിൽ നിന്ന് ഖിയാമ വരെ നിൽക്കുന്ന മൗജിദത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന റസൂലുള്ളാഹിന്റെ മൗജിദാത്തിൽ നിന്ന് ഖിയാമ വരെ നിൽക്കുന്ന മൗജിദത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിലനിൽക്കണമെന്നില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞ ജിഷാനോട് പറഞ്ഞത്, നമ്മൾ ഒരു
കേട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് മതി. ബാക്കിയുള്ള ഭാഗം കേട്ടില്ല. ഈ ഭാഗം ആണല്ലോ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് മറ്റുള്ള സംസാരമൊക്കെ പറയൽ കേൾപ്പിക്കലല്ലേ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ആ വാദം അതാണ് കേൾപ്പിക്കലാണ് ഉദ്ദേശം. അതിപ്പോ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാക്കവി മൈക്കിൽ വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد، فأوصيكم ونفسي بتقوى الله تعالى وطاعته. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: حياتي خير لكم ووفاتي خير لكم، تحدثون ويحدث لكم، ووفاتي خير لكم، تعرض علي أعمالكم، فما رأيت من خير حمدت الله عليه، وما رأيت من شر استغفرت الله لكم. صدق رسول الله صلى الله عليه وسلم. ألا أيها المبدوء نورا محمد، أبو كل آباء كبار محمد، وأعلم أمة سيدنا مولانا محمد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വ്യക്തിത്വം താറടിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ യഥാർത്ഥ അവസ്ഥ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഈ സേവനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിലെല്ലാം തന്നെ നമുക്ക് അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും അവരുടെ സ്നേഹവും ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനികളെ, ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ജീവിക്കുന്ന ചില ആളുകൾ സുന്നത്ത് ജമാഅത്തിനെ ഒരു ബിസിനസിന്റെ മാർഗമാക്കി വളരെ കാലമായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വെറുതെ വിടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരെ വെച്ചുകൊണ്ടും കളി തുടങ്ങി. കളിച്ച് അത് എല്ലാ സീമകളും ലംഘിക്കുന്ന വിധത്തിൽ, എല്ലാ അതിരുകളും ലംഘിക്കുന്ന വിധത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ കളിയുടെ ഒക്കെ പിന്നിൽ, അഥവാ 89 തുടങ്ങിവെച്ച ഈ കളിയുടെ ഒക്കെ പിന്നിലെ രഹസ്യം മറ്റു പലതുമാണ് എന്ന് നമ്മളൊക്കെ സംശയിച്ചിരുന്ന ആ സംശയം ശരിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമതയോടുകൂടെ, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഈ രംഗം മനസ്സിലാക്കി അവസരോചിതമായി ഇടപെടൽ ദീനിന്റെ ഖാദിമീങ്ങളാവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ
നാം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കളിക്കാൻ, അവരെ സംബന്ധിച്ച് എന്തും പറയാം, തങ്ങളുടെ ബിസിനസ് വിജയിക്കണം എന്നേ ഉള്ളൂ എന്ന ഒരു അവസ്ഥ അത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നടക്കുന്ന ആളുകളിൽ കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുകയാണ്. പലതും ഇവിടെ നടന്നു, പല വിധത്തിലുള്ള വഞ്ചനകളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായി. അന്നൊന്നും നാം ഇങ്ങനെ ഇടപെടാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? അത് അവരും അവരുടെ പടച്ചവനും ആവട്ടെ എന്ന് കരുതി. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുകളിക്കുകയും തനിച്ച വഹാബിസത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഈ ദീനിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, അത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ശ്രമം തീർത്തും പരാജയപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പടയണി എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 989കളിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമായൊരു കർമ്മം, നിർബന്ധമായൊരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള അവസരം നിലനിർത്താൻ വേണ്ടി ആവശ്യമായത് ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കിയ ആളുകൾ ഇവിടെ പിന്നീട് എന്തെല്ലാമാണ് ചെയ്തത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്? സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്ത പാതകമാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സംഭവം ഖുർആനിലുണ്ട്. അവർ പശുവിനെ ആരാധിച്ചപ്പോൾ, ഇസ്രായേലിയർ പശുവിനെ ആരാധിച്ചപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താടി ഇങ്ങോട്ട് പിടിച്ച രംഗം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ. എന്റെ ഉമ്മയുടെ മകനെ താടി പിടിക്കല്ലേ, ഞാൻ ഭയപ്പെട്ടുപോയി. ഞാൻ അവിടെ അപ്പോൾ ഇടപെട്ടാൽ ബനു ഇസ്രായേലുകാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഒതുങ്ങിയത്. അവർ ശിർക്ക് ചെയ്ത സന്ദർഭത്തിലാണിതെന്ന് ഓർക്കണം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ സന്ദർഭത്തിൽ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ സന്ദർഭത്തിൽ ഇവരിവിടെ പശുവിനെ ഉണ്ടാക്കി ആരാധിച്ച സന്ദർഭത്തിൽ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അപ്പോഴുള്ള എന്റെ ഇടപെടൽ അത് ബനു ഇസ്രായേലുകാരെ രണ്ട് ചേരിയാക്കാൻ കാരണമാകും. പിന്നീട് നിങ്ങളും കൂടി വന്നതിന് ശേഷം നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവിടെ ഇടപെടാതിരുന്നത് എന്ന് പറഞ്ഞ രംഗം വലിയ പാഠമാണ് ഉമ്മത്തിന് നൽകുന്നത്. അതൊക്കെ പാഠമാണ്. അള്ളാഹു പറയുന്നത് വെറും ചരിത്രമല്ല, അതിലൊക്കെ പാഠങ്ങളുണ്ട്. ആ ഭിന്നിപ്പ് ഒരു കാരണവുമില്ലാതെ ഇവരുടെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ശരീഅത്ത് വിവാദത്തിൽ ശംസുൽ ഉലമ എടുത്ത നിലപാടിനെ പൂർണ്ണമായി സമസ്ത അംഗീകരിക്കുന്നു എന്ന് സമസ്ത മുഷാവറ ചർച്ച ചെയ്ത് പാസാക്കി. അതിൽ അദ്ദേഹം ഒപ്പിടുകയും ചെയ്തു, മിനിറ്റ്സിൽ ഒപ്പിടുകയും ചെയ്തു. ഇനി ഈ വിഷയത്തിൽ ശൈഖുനാനെ ആരും വിമർശിക്കരുത് എന്ന് അവരൊരു പ്രസ്താവനയും നടത്തി. എന്നിട്ട് പുറത്തിറങ്ങി പത്രസമ്മേളനം നടത്തിയ ആളുകൾ സമൂഹത്തെ ഭിന്നിപ്പിച്ചു. ആ ഭിന്നിപ്പ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനാവശ്യമായ വിധത്തിൽ പള്ളിക്കടുത്ത് പള്ളി, മദ്രസക്കടുത്ത് മദ്രസ, കോളേജിനടുത്ത് കോളേജ്, ഇങ്ങനെ തുടങ്ങി എല്ലാം ഉണ്ടാക്കുവാനും അതിന്റെ വാഹകരുമായി കൊണ്ട് ഫിത്നയുടെ വാഹകരായി ഒരു കൂട്ടം ആളുകളെ യതീമക്കളുടെ പേരിലും മറ്റും പിരിച്ചുണ്ടാക്കിയ പണം, അതുപോലെ പലിശപ്പണവും കൊടുത്തുകൊണ്ട് തീറ്റിപ്പോറ്റുന്ന ഒരു വിഭാഗം ആളുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? അങ്ങനെ ആയി വന്നു അവസാനം പല വിഷയങ്ങളിലും അവർ പല നിലക്ക് ഉമ്മത്തിനെ ചതിച്ചു. അവസാനം ഇവിടെ ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച്, ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും കടുത്ത തെറ്റ് ചെയ്യുകയും ചെയ്തു. മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായി കൊണ്ട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും കടുത്ത തെറ്റ് ചെയ്യുകയും ചെയ്തു.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കളവ് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു വട്ടം കളവ് പറഞ്ഞവനെ പിന്നെ കൊള്ളാൻ പറ്റില്ലെന്നാണ് ഇസ്ലാമിന്റെ വിധി. കരുതിക്കൂട്ടി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇമാമുൽ ഹറമൈന്റെ പിതാവൊക്കെ അങ്ങനെ പറയുന്നവരാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ കരുതിക്കൂട്ടി പറഞ്ഞാൽ പുറത്താണെന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും അത് കടുത്ത പാതകമാണ്. പിന്നെ അവന് ഷഹാദത്തിന് പറ്റില്ല, യാതൊരു വിധത്തിലുള്ള അദാലത്തും അവനില്ല. ഇസ്ലാമിൽ അവന് ദീനിനെ സംബന്ധിച്ച് പറയാൻ അധികാരമില്ലെന്ന് മാത്രമല്ല, അവന് അവന്റെ മകളെ കെട്ടിക്കാനുള്ള അധികാരം പോലുമില്ല. അദാലത്ത് നഷ്ടപ്പെട്ടു അവന്. ഫാസിഖായി, തെമ്മാടിയായി മറിയവൻ. മുബ്തദിഇനും ഫാസിഖിനും ഒരേ ഹുക്കുമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കളവ് പറഞ്ഞു എന്ന് നിഷേധിക്കാൻ അതും ആയിരക്കണക്കിന് ആളുകൾ മുന്നിൽ വെച്ചിട്ട് ഒരു കളവല്ല 1000 കളവ് പറഞ്ഞു. ഇതൊന്നും ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിച്ചാൽ അതൊക്കെ നമുക്ക് റീപ്ലേ ചെയ്യാൻ കഴിയുന്ന കാലമായതുകൊണ്ട് ഇനി കൂടുതൽ നിഷേധിക്കാനും നിൽക്കണ്ട. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇவ்விധത്തിൽ തുടങ്ങി അവസാനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ പ്രത്യേകതകളും നിഷേധിച്ചുകൊണ്ട് തനിച്ച വഹാബിസത്തിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ വരെ എത്തി. വളരെ വിനയത്തോടുകൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ഷണിക്കാമായിരുന്നു, പക്ഷെ അത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ആവേണ്ടിയിരുന്നില്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പിരിവ് നടത്തിയിട്ടാവേണ്ടിയിരുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടാവേണ്ടിയിരുന്നില്ല. ഇവിടെ എത്ര ആളുകൾ വഹാബിസത്തിലേക്ക് ക്ഷണിക്കുന്നു? അതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അവരും അവരുടെ പടച്ചവനും. പോകുന്നവർ പോകും, അല്ലാത്തവർ പോവുകയുമില്ല. എന്നാൽ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനു ചെയ്തു? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പാവങ്ങളായ സുന്നികളുടെ വരുമാനം കൊണ്ടല്ലേ നിങ്ങൾ നിലനിൽക്കുന്നത്? ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സാധുക്കളായ ജനങ്ങളുടെ കീശയിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾ എന്തിന് വഹാബിസത്തിലേക്ക് ക്ഷണിക്കണം? എന്തിനാണ് ഈ വഹാബിസത്തിന്റെ അടിസ്ഥാന ആദർശം നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വിഷയം ഇന്ന് ഒരുപാട് ചർച്ചകൾ നടന്നു. വാദപ്രതിവാദങ്ങളായി പല വാദങ്ങളും പ്രതിവാദങ്ങളുമായി പല രൂപത്തിലുള്ള ചർച്ചകൾ നടന്നു. അവസാനം സാധുക്കളായ ആളുകൾ പല ചർച്ചകളും കേട്ടതുകൊണ്ട് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഞാൻ കുറച്ച് വിശദമായ ഒരു ചർച്ചയാണ്, ഒരു വിഷയാവതരണമാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് അഷ്റഫുൽ ഖൽഖ്? ആരെ കൊണ്ടാണോ നിങ്ങൾ കളിച്ചത്? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരെ നാം ഒന്ന് മനസ്സിലാക്കണം. അവരുടെ സ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കിയും കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കുറച്ച് സമയം നിങ്ങൾ ക്ഷമിച്ചിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, നാം സാധാരണ പറയുന്നതാണ് ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്ന അർത്ഥത്തിലുള്ള പല ഹദീസുകളും വന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ഈ ലോകം തന്നെയില്ല. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് സുന്നി സമൂഹം അംഗീകരിക്കുന്ന വസ്തുതയാണ്. അസുന്നികളും കഴിഞ്ഞ ഒരു വാദപ്രതിവാദത്തിൽ അത് അംഗീകരിക്കേണ്ടി വന്നതുമാണ്. നമുക്കറിയാവുന്ന സംഗതിയാണത്. എന്താ ഈ പറയുന്നത്? എന്താണ് ഈ അവസ്ഥ? ആദ്യമായി അല അവ്വലുൽ മബ്ദൂഇ നൂറൻ മുഹമ്മദു, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അബൂ കുല്ലി ആബാഇൻ കിബാരിൻ മുഹമ്മദു, എല്ലാ പിതാക്കന്മാരുടെയും പിതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ പിതാക്കന്മാരുടെയും പിതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ വസ്തുത ശരിവെക്കുന്ന പല സംഭവങ്ങളും കാണാം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത് എന്ന ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ചെറിയൊരു സൂചന ഞാൻ നൽകാം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിജാബുഹുൻ നൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവും അവന്റെ ഖൽഖും തമ്മിലുള്ള ഹിജാബ്, ഒരു മറയുണ്ട്. ആ മറ അതും ഒരു പ്രകാശമാണ്. അതൊരു പ്രകാശമാണ്. ആ പ്രകാശത്തെ ആ മറ അല്ലാഹു നീക്കുകയായിരുന്നുവെങ്കിൽ ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി
ബസറുഹു, അള്ളാഹുവിന്റെ ദാത്തിന്റെ പ്രഭാകിരണങ്ങൾ ലോകത്തെ ആകമാനം കരിച്ചു കളയുമായിരുന്നു എന്നാണ്. ലോകത്തെ ആകമാനം കരിച്ചു കളയുമായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ പ്രഭാകിരണങ്ങൾ ലോകത്തെ മന്തഹ ഇലൈഹി ബസറുഹു എന്ന് പറഞ്ഞാൽ ലോകത്തെ ആകമാനം എന്ന് വെച്ചാൽ ഖൽഖിന്, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിന്, അതിൽ അർശ് പെട്ടു, കുർസി പെട്ടു, മലായിക്കത്ത് പെട്ടു, എല്ലാവർക്കും അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ഫൈൽ സ്വീകരിക്കാൻ സാധ്യമേ അല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും സാധ്യമല്ല. പിന്നെ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയുന്നുണ്ട്. ഭൂമിയിൽ ഞാൻ ഖലീഫയെ നിശ്ചയിക്കുന്നു, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം, എന്തിനാണ് ഒരു പ്രതിനിധി അള്ളാഹുവിന് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കഴിവ് കേടുകൊണ്ടല്ല, സൃഷ്ടികളുടെ കഴിവ് കേടുകൊണ്ടാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാനുള്ള കഴിവ് ഈ ഭൂമിക്കില്ല എന്ന്. നേരിട്ടുള്ള ആ ഇടപെടൽ സ്വീകരിക്കാൻ എല്ലാവർക്കും സാധ്യമല്ല. അതിന് പറ്റുന്ന വിധത്തിലുള്ള സൃഷ്ടി സംവിധാനം വേണം. അതുകൊണ്ടാണ് ആദ്യമായി അത് സ്വീകരിക്കാൻ, നേരിട്ടുള്ള ഫൈൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, അവിടുത്തെ നൂറാണ് ആദ്യം പടച്ചത് എന്ന് പറഞ്ഞത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാമല്ലോ. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതിൽ പറയുന്നത് ആദ്യമായി എന്താണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നൂറു നബിയിക എന്നാണ്. തങ്ങളുടെ നൂറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നു ഖലഖല്ലാഹു നൂറഹു മിൻ നൂരിഹി, റസൂലുള്ളാഹിയുടെ നൂറിനെ അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. ഇതിന്റെ മഅന ഇമാം സുർഖാനി തങ്ങൾ പറയുന്നുണ്ട്, ഐ മിൻ നൂരിൻ ഹുവ ദാതുഹു ലാ ബിമഅന അന്നഹാ മാദ്ദത്തുൻ ഖുലിഖ മിൻഹാ ഔ ഖലഖ മിൻഹാ നൂറ ബൽ ബിമഅന തഅല്ലുൽ ഇറാദത്തി ബിഹി ബിലാ വാസിതത്തി ഷൈഇൻ ഫീ വുജൂദിഹി. അവിടുത്തെ സൃഷ്ടിപ്പിൽ ഒരു ഷൈഇന്റെയും വാസിത വേണ്ടി വന്നില്ല. നേരിട്ട് അള്ളാഹുവിൽ നിന്ന് ഫൈൽ സ്വീകരിക്കുന്ന വിധത്തിലുള്ള ആ സൃഷ്ടി അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിലേക്കാണ് ആ നൂറിൽ നിന്ന് നേരിട്ട് പടച്ചു എന്ന ആ സൂചനയാണ് നൽകുന്നത് മിൻ നൂരിഹി എന്ന പ്രയോഗം കൊണ്ട് എന്ന് ഇമാം സുർഖാനി മവാഹിബ് ശറഹ് മവാഹിബുൽ ലദുനിയയിൽ വിവരിക്കുന്നുണ്ട് 190. ആ നിലക്ക് നൂറിനെ സൃഷ്ടിച്ചുകൊണ്ട് പിന്നെ ആ നൂറിൽ നിന്നാണ് മറ്റുള്ള സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചത് എന്ന്, അതൊക്കെ വാസിതയോടുകൂടെയാകുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യാഥാർത്ഥ്യം ശരിവെക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. കൂട്ടത്തിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ ഇർബാൽ ഇബ്നു സാരിയ قال قال رسول الله صلى الله عليه وسلم إني عند الله لخاتم النبيين وإن آدم لمنجدل في طينته. ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് അന്ത്യപ്രവാചകനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് പൂർണ്ണമായിട്ടില്ല, ആ ചളിയും മണ്ണുമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ. ഇത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വീകരിക്കാവുന്ന ഹദീസാണിത്. മറ്റൊരു ഹദീസിൽ അപ്പോൾ ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി നിശ്ചയിച്ചിട്ടുണ്ട്, ഖളാ ഖദർ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് അല്ല. അത് എല്ലാ അമ്പിയാക്കൾക്കുള്ളതാണല്ലോ. അത് റസൂലുള്ളാഹിയുടെ പ്രത്യേകതയായിട്ട് കാണാൻ പറ്റില്ല. എല്ലാ കാര്യവും അല്ലാഹു മുന്നേ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതല്ല കാരണം ഇമാം അഹ്മദ് തബറാനിയും റിപ്പോർട്ട് ചെയ്ത റിജാലുഹു റിജാലുസ് സഹീഹി എന്ന് ഇമാം ഹൈസമി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഖുൽതു യാ റസൂലല്ലാഹ് മതാ ജുഇൽത നബിയൻ, അങ്ങയെ എന്നാണ് നബി ആക്കപ്പെട്ടത് എന്നാണ്, നബിയായി നിശ്ചയിച്ചത് എന്നല്ല, നബി ആക്കപ്പെട്ടത്. ഖാൽ വആദമു ബൈനർ റൂഹി വൽ ജസദി എന്ന്. അപ്പോൾ ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ സൃഷ്ടിപ്പ് പൂർണ്ണമായിട്ടില്ല. ആ സന്ദർഭത്തിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്തയെ അല്ലാഹു പടച്ചിട്ടുണ്ട്. അത് ഈ നേരിട്ട് അല്ലാഹുവിൽ നിന്ന് ഫൈൽ സ്വീകരിക്കാവുന്ന വിധത്തിലുള്ള ഒരു പടപ്പത്തരമാണ് ആ പടച്ചത്. അതാണ് ആ സൂചിപ്പിക്കുന്നത്. പിന്നീട് ഇതേ സംഭവം മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ദലായിലുൻ നുബുവയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് മുഴുവൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ മുഴുവനും എടുത്ത് ചില അഹദ് മീസാക്ക് നടത്തിയ സംഭവം ഖുർആൻ ഇരിക്കുന്നുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരുടെ മക്കളുടെ ശ്രേഷ്ഠതകളും മറ്റും അള്ളാഹു കാണിച്ചു കൊടുത്തു. അപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരെയും കണ്ടു. ഫറആനി നൂറൻ സാത്തിഅൻ ഫി അസ്ഫലിഹിം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നെ പ്രകാശമായിട്ട് കണ്ടു. മക്കളുടെ കൂട്ടത്തിൽ എന്നെ പ്രകാശമായിട്ട് കണ്ടു, തിളങ്ങുന്ന പ്രകാശമായിട്ട് കണ്ടു. എന്നിട്ട് പറയുന്നു, ഫഖാല യാ റബ്ബി മൻ ഹാദാ, ആരാണിത് എന്ന് ചോദിച്ചപ്പോൾ ഖാല ഹാദാ ഇബ്നുക അഹ്മദ്, എന്താണ് ആ കാണുന്ന പ്രകാശം എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ മകൻ അഹ്മദാണ് എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു, ഹുവൽ അവ്വലു വൽ ആഖിറു വഹുവ അവ്വലു ഷാഫിഇൻ, അവരാണ് ആദ്യത്തെ. ആദം നബിയോടാ പറയണത്, നിങ്ങളല്ല ആദ്യത്തെ ആളുകൾ. ഹുവൽ അവ്വലു ഖൽഖൻ, തന്നെ ആദ്യത്തവർ അവരാകുന്നു. വൽ ആഖിറു, അവരാകുന്നു അവസാനത്തെ, ബിഅസത്തിൽ അവസാനത്തവരും എന്ന് പറയുന്ന രംഗം അത് ഹദീസിൽ വിവരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹ് എന്ന ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളിൽ നിന്ന് ഒരു കരാർ എടുത്ത രംഗം വിവരിക്കുകയാണ്. അല്ലാഹു അംബിയാക്കളോട് ഒരു കരാർ ചെയ്ത രംഗം അത് വിവരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാ അംബിയാക്കളിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് വമിൻക, തങ്ങളിൽ നിന്നും, വമിൻ നൂഹിൻ വ ഇബ്രാഹിം വ മൂസ വ ഈസ ഇബ്നു മറിയം, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ, ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരിൽ നിന്നൊക്കെ ഒരു കരാർ എടുത്തു. അവിടെ 5 അമ്പിയാക്കളെ പ്രത്യേകം പറഞ്ഞപ്പോൾ നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ, ഈസ വഴിക്കുവഴിയായിട്ടാ പറഞ്ഞത്. പക്ഷെ അവസാനം വന്ന നബിയെ ആദ്യം പറഞ്ഞു വമിൻക എന്ന് പറയാൻ കാരണം, വഖദ്ദമ മുഹമ്മദൻ ഫി الذിക്രി ലിമാ റവാ ഖതാദതു അനിൽ ഹസനി അൻ അബി ഹുറൈറത, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവരെ പറ്റി ആദ്യം പറയാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി പറയാണ്, അത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തൊട്ട് വന്ന ഒരു സംഗതിയുണ്ട്. അതെന്താ അതിൽ പറയുന്നത്, അത് കുന്തു അവ്വലഹും ഫിൽ ഖൽഖി വ ആഖിറഹും ഫിൽ ബഅസി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഖൽഖിൽ ആദ്യത്തെ ആള് ഞാനാണ്. അപ്പൊ ആദ്യത്തെ ഖൽഖാണ് ആര്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ വഹാബി മൗലവിമാരും മനസ്സിലായിക്കോ, ആദരം വഹാബികളും മനസ്സിലായിക്കോ, അഷ്റഫുൽ ഖൽഖിനെ പിടിച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. എല്ലാ സൃഷ്ടിപ്പിന്റെയും അസ്ലിനെ കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവ്വൽ ഖൽഖൽ അവ്വൽ എന്ന് അവിടെയും ഖുർആൻ തന്നെ വിവരിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ഖൽഖ് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കാരണമാണ് അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ഫൈദ് സ്വീകരിക്കാൻ അതിനുള്ള പ്രാപ്തി പൂർണ്ണ അർത്ഥത്തിൽ ഉള്ള സൃഷ്ടിപ്പാണ് ആർക്കുള്ളത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. മറ്റൊന്നും നമുക്ക് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ്, മക്കളിൽപ്പെട്ടതാണ്, ബശറൻ. എന്നാൽ അതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിക്ക് ഒരു സൃഷ്ടിപ്പുണ്ട്. ആ സൃഷ്ടിപ്പിനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് റസൂലുള്ളാഹി നൂറാണ്. ബശരിയത്ത് കൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണിൽ സൃഷ്ടിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ എന്ന നിലക്ക് ബാഹ്യ രൂപം കൊണ്ട് ബശറുമാകുന്നു. ഇതാണ് റസൂലുള്ളാഹിയുടെ പ്രകൃതി. ഇത് കൃത്യമായി പറഞ്ഞു. അഫറആനി നൂറൻ സാത്തിആ, എന്നെ നൂറായും കൊണ്ട് കണ്ടു എന്ന് ദലായിലുൻ നുബുവയുടെ ഹദീസിൽ വിവരിക്കുകയാണ്. മനസ്സിലായോ? ഈ ആശയം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് നൂറ് വന്നിരിക്കുന്നു, ഒരു വ്യക്തമാക്കുന്ന കിതാബും വന്നിരിക്കുന്നു. ഈ നൂറ് കൊണ്ട് മുറാദ് ഉദ്ദേശിക്കുന്നത്, നൂറ് വന്നു കിതാബ് വന്നു എന്ന നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല തഫ്സീറുകളുണ്ട്, അധിക തഫ്സീറുകളും എല്ലാ മിക്ക ഇമാമിങ്ങളും റാജിഹാക്കുന്നത് അത് റസൂലുള്ളാഹിയാകുന്നു. റസൂലുള്ളാഹിനെ സംബന്ധിച്ചാണ് നൂറ് എന്നവിടെ പ്രയോഗിച്ചത്. ഇമാം സ്വാവി തങ്ങൾ അവരുടെ ഹാഷിയിൽ വിവരിക്കുന്നുണ്ട്, സുമ്മിയ നൂറൻ ലിഅന്നഹു നൂറുൽ ബസായിരി യഹ്ദിഹ അർ-റശാദ് വലിഅന്നഹു അസ്ലു കുല്ലി നൂരിൻ
ഹിസ്സിയിൻ വമഅനവിയിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൂറ് എന്ന് പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൂറ് എന്ന് പറയാൻ കാരണം എല്ലാ നിലക്കും ഹിദായത്ത് നൽകുന്ന, പ്രകാശം നൽകുന്ന നൂറാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു വലി അന്നഹു തങ്ങൾ അസ്ലു കുല്ലി നൂരിൻ, എല്ലാ നൂറിന്റെയും അസ്ലാണ്, എല്ലാ പ്രകാശത്തിന്റെയും അസ്ലാണ്. ഹിസ്സിയിൻ വമഅനവിയിൻ, ബാഹ്യമായതും ആന്തരികവുമായ, ബാഹ്യമായി നാം കാണുന്ന പ്രകാശം, ആന്തരികമായി കാണുന്ന ഒളിവ് എന്ന് പറയുന്ന ആത്മീയമായ പ്രകാശം, അതിന്റെയും എല്ലാറ്റിന്റെയും അസ്ലാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നൂറ് എന്ന് പ്രയോഗിച്ചത് എന്ന് നമുക്ക് ഈ ഇമാം സാവി തങ്ങൾ വിവരിക്കുക. മറ്റു പലരും അത് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഈ നൂറുണ്ട്. ആ നൂറ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളുടെയും അസ്ലാണത്, ആത്മാവിന്റെ അസ്ലാണ് ആ നൂറ്. ആ നൂറ് അതിന്റെ ഹഖീഖത്ത് എന്ത് എന്ന് സാധാരണ ആലിമീങ്ങൾക്കൊന്നും മനസ്സിലാവുന്നതല്ല എന്നാണ് അധിക വലിയ മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞു പോയിട്ടുള്ളത്. എന്തായിരുന്നാലും അള്ളാഹുവിൽ നിന്ന്, ഹഖ് തആലയിൽ നിന്ന്, ജല്ല ജലാലുവായ റബ്ബ്, മലക്കുകൾ പോലും അള്ളാഹുവിന്റെ കലാം ആസ്വദിക്കുമ്പോൾ ബോധക്ഷയം മലക്കുകൾക്ക് സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അവർക്ക് പോലും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഇസ്തഫാ മിനൽ മലായികതി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, മലക്കുകളിൽ നിന്നും അതിന് പറ്റുന്നവർ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് മനുഷ്യരിൽ നിന്നും എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഫൈള് സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു അത്ഭുതകരമായ ഒരു പ്രകാശമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിത്തറ അസ്ല് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ചിന്തിക്കാം നേളെങ്ങനെ ഉണ്ടാകുക എന്ന്. അഷ്റഫുൽ ഖൽഖിന് എവിടെ നിന്നാണ് നേലുണ്ടാകുക എന്ന്. ഈ നൂറ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, അഷ്റഫുൽ ഖൽഖ് അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് എന്നാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്ത്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ എന്നാണ്. അത് വേറെ ആയത്താണ്. അല്ലാഹു യസ്തഫി, അല്ലാഹു തെരഞ്ഞെടുക്കുക അതിന് പറ്റിയവരെ. എന്നാൽ അതിന്റെ ഒക്കെ അസ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറ്റുന്ന വിധത്തിൽ പടച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിച്ചത്. അതാണ് ഇമാം സുർഖാനി തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ മവാഹിബുൽ ലദുന്നിയയുടെ ശറഹിൽ വിവരിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഇനി ഒരു കാര്യം മനസ്സിലാക്കുന്നത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് എന്താ പറയുന്നത്? അല്ലാഹു വലിയുൽ ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വലിയാണ്, സംരക്ഷകനാണ്, ഹാഫിളാണ്, സഹായിയാണ്. യുഖ്രിജും, അല്ലാഹു അവരെ പുറത്തു കൊണ്ടുവരും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. എന്നാൽ കാഫിരീങ്ങളുടെ സഹായി അത് പിശാചുകളാണ്. ആ പിശാചുകൾ ആണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർ അവരെ നൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുവരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആയത്ത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ആയത്താണ്. ഈ ആയത്ത് എന്താ പഠിപ്പിച്ചത്? മുഅ്മിനീങ്ങള് ഇപ്പോഴും ഒരു ളുലുമാത്തിലാണ്, ഒരു ളുലുമാത്ത് അവരിലുണ്ട്, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു നൂറിലേക്ക്. കാഫിരീങ്ങളിൽ ഇപ്പോഴും ഒരു നൂറുണ്ട്, ആ നൂറിൽ നിന്ന് ളുലുമാത്തിലേക്ക് പിശാച് കൊണ്ടുവരുന്നു. ഇതെന്ത് പറച്ചിലാണ്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി, ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഒരു ളുലുമാത്ത് ഇപ്പൊ ഇവിടെ ഉണ്ട്, ഒരു ഇരുട്ടുകൾ ഉണ്ട്, അന്ധകാരങ്ങൾ ഉണ്ട്, അവരിൽ നൂറിലേക്ക് കൊണ്ടുവരും. എന്നാൽ വല്ലദീന കഫറു, കാഫിരീങ്ങൾ, അവരെ പിശാചുകൾ വെളിച്ചത്തിന് ഇരുട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ അവരിൽ ഇപ്പൊ ഒരു വെളിച്ചം വരുന്നു. എന്താണിത്? വളരെ അർത്ഥവത്തായ ആയത്താണ്. ഒരുപാട് ആയത്തുകളെ ജമ്മ ചെയ്തുകൊണ്ട് ഇത് വിശദീകരിച്ചാൽ വളരെ അത്ഭുതകരമായ ഒരുപാട് മുത്തുകൾ നമുക്ക് കിട്ടും. പക്ഷെ അതല്ല ഇന്ന് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഞാൻ അപ്പോൾ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ഗൗരവതരമായ, അടിസ്ഥാനപരമായ റസൂലുള്ളാഹിയെ പറഞ്ഞുകൊണ്ട് ഈ അനാവശ്യമായ വിവാദം
പിണറായിനെ കൊണ്ടുപോലും റസൂലുള്ളാഹിനെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ആളുകളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് കോമാളി പ്രസംഗം നടത്തുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കോപ്രായം കാട്ടുന്നവര് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആന സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളാണെങ്കിലും കാഫിരീങ്ങളാണെങ്കിലും രണ്ടും റൂഹും ശരീരവും കൂടിയതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. റൂഹിന്റെ സ്വഭാവം അത് പ്രകാശിതമാണ്. അത് കുലി റൂഹ് മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞ അതിൽ നിന്നുള്ളതാണ്. അതിന്റെയൊക്കെ അസ്ല് ആ പറഞ്ഞ നൂറുമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു അംശം ബാക്കിയുണ്ടാകുമ്പോൾ ആ അംശം ഇതിലുണ്ടാകുമ്പോൾ അതിന്റെ സ്വഭാവം അവർക്കുണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയ ഈ രക്തം മനിയിൽ നിന്നുണ്ടായ ഈ രക്തത്തിൽ നിന്നുണ്ടായ ഈ മനുഷ്യനിൽ ഭൗതികമായ സ്വഭാവങ്ങളുണ്ട്, എല്ലാവരിലും ഉണ്ട്, മൂമിനിലുണ്ട്, കഫറിലുണ്ട്. ഈമാന് കൊണ്ടും അമലു സ്വാലിഹാത്തുകളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാന് കൊണ്ടും അമലു സൽക്കർമ്മങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ ഭൗതിക ശരീരത്തിന്റെ ഈ നമ്മുടെ ഈ ശരീരത്തിന്റെ അതിനുള്ള അരുതായ്മകളിൽ നിന്ന്, അതിന്റെ അപജയങ്ങളിൽ നിന്ന്, അതിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ശുദ്ധീകരിച്ച് കൊണ്ടുവന്ന് ആ നൂറാകുന്ന റൂഹിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നൂറാനിയത്തിലേക്ക് ശരീരം ഉയരും. നൂറാനി ശരീരത്തിലേക്ക് വന്ന് പരിപൂർണമായ അവസ്ഥയിലേക്ക് വന്നാൽ പൂർണമായി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ആ റൂഹിന്റെ സ്വഭാവം ആയി മാറും. അതിന് പിന്നെ ഭാരമുണ്ടാവുകയില്ല. അവർ വെള്ളത്തിന്റെ മുകളിൽ നടക്കും, അവർ ഹവയിലൂടെ പറക്കും. അത് റൂഹിന്റെ സ്വഭാവമാണ്. അവർ ഒരേ സമയം സ്വർഗത്തിന്റെ എല്ലാ വാതിലിന്റെ മുന്നിലും വെളിവാകും. സ്വർഗത്തിന്റെ എല്ലാ വാതിലിന്റെ മുന്നിലും വെളിവാകുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാ വാതിലിന്റെ മുന്നിലും വെളിവാകും. അവരുടെ ഭൗതിക ശരീരത്തിന്റെ വിശേഷണങ്ങൾ ഇല്ലാതെയായി ഈ റൂഹിന്റെ സ്വഭാവത്തിലേക്ക് ഉയർന്നവരാണ്. അങ്ങനെ ഉയർന്ന ആളുകൾ അവരാണ് അബുദാലിങ്ങളും. അവർ പല സ്ഥലത്തും വരും. അങ്ങനെയുള്ള അവസ്ഥ അവർക്കുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ പറഞ്ഞതല്ല, ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നു. എത്രത്തോളം വഹാബി പണ്ഡിതനായ ഷൗക്കാനി പോലും പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ആത്മീയമായ ലോകത്തേക്ക് റൂഹിന്റെ സ്വഭാവം പൂർണ്ണമായി ശരീരത്തിനായി കഴിഞ്ഞാൽ അവൻ മലക്കുകളുമായി ബന്ധിക്കാൻ പോലും കഴിയും. ഷൗക്കാനി പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നാൽ കാഫിരീങ്ങൾ കുഫ്ർ കൊണ്ടും തെറ്റുകളെ കൊണ്ടും അവര് അനാവശ്യങ്ങളിലേക്ക് വന്ന് ഈ റൂഹിന് അവരുടെ ശരീരത്തിൽ അവർ ഹിൽക്കത്തൻ അസാലത്തൻ ഉള്ള അടിസ്ഥാനപരമായി അവർക്കുള്ള ആ നന്മ പോലും ഇല്ലാതെയായി പോകും. ആ റൂഹിനുള്ള ഗുണം കൂടി ഇല്ലാതെയായി പോകും. ഇതാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പോ മുഅ്മിനീങ്ങളുടെ അവസ്ഥയാണിത്. അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഈ പ്രകാശത്തിന്റെ ഹുക്മ വന്നു കഴിഞ്ഞാൽ, പ്രകാശത്തിന്റെ സ്വഭാവം വന്നു കഴിഞ്ഞാൽ, എല്ലാ ഭാഗത്തേക്കും ആ സ്വഭാവം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗുണം അവർക്കുണ്ടാകും. മുഅ്മിനീങ്ങൾക്ക് അത് കിട്ടുന്നിടത്ത് വ്യത്യസ്തമായ ഘട്ടങ്ങളാണ്, പല രൂപത്തിലാണ് കിട്ടുക. അത് പൂർണ്ണാർത്ഥത്തിൽ കിട്ടുന്നവരൊക്കെ വളരെ വിരളമായിരിക്കും. ഏതായിരുന്നാലും അങ്ങനെയുള്ള അവസ്ഥ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിസ്ഥാനപരമായി തന്നെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഫൈള് സ്വീകരിക്കാൻ ബിലാവാസിത്ത ഖൽഖിന് പറ്റുന്ന രൂപത്തിലുള്ള ആ നൂറാനിയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. മാത്രമല്ല വഹ്യ് സ്വീകരിക്കാവുന്ന വിധത്തിൽ കടഞ്ഞെടുക്കുന്ന മഹാന്മാരായ അമ്പിയാക്കൾക്ക് അവരെ കടഞ്ഞെടുക്കാനുള്ള വസ്തുവാണ് റസൂലുള്ളാഹി. റസൂലുള്ളാഹിനെ കടഞ്ഞെടുത്തതല്ല, അവരെ കടഞ്ഞെടുക്കുന്നത് ഇവരെ കൊണ്ടാണ് മാത്രം. അങ്ങനെയാണ് അതിന്റെ കാര്യം. അത് സഫുവത്താണ്, മനസ്സിലായോ? അത് റഹ്മത്താണ്. അതാണ് റഹ്മത്ത്. ആ റഹ്മത്ത് കൊണ്ടാണ് മറ്റുള്ളവരെ റഹമാ ആക്കുന്നത്, മനസ്സിലായോ? അതാണ് നൂറ്. ആ നൂറ് കൊണ്ടാണ് മറ്റുള്ളവർക്ക് നൂറ് കിട്ടുന്നത്. അതാണ് ഇമാം ബൂസൂരി തങ്ങളൊക്കെ പറഞ്ഞത്. മനസ്സിലാക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ റസൂലുള്ളാഹിയുടെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും ഈ നൂറാനിയത്ത് പ്രവേശിച്ച് റസൂലുള്ളാഹിയുടെ ശരീരം മുഴുവനും റൂഹാനിയാകുന്ന രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി ദുആ ചെയ്യാറുണ്ടായിരുന്നു,
اللهم اجعل في قلبي نورا وفي بصري نورا وفي سمعي نورا وفي يدي نورا وفي رجلي نورا. ഇമാം ഹാഫിള് തങ്ങള് 10, 24, 25, 26 കാര്യങ്ങൾ ഇതുപോലെ എണ്ണി പറഞ്ഞ് അവസാനം റസൂലുള്ള ദുആ ചെയ്യാണ്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം കൊണ്ട, എന്റെ എവിയിൽ കൊണ്ട, എന്റെ കണ്ണിൽ കൊണ്ട, എന്റെ ഓരോ അവയവും എണ്ണി പറഞ്ഞ് അവസാനം റസൂലുള്ള പറയുന്നു, വജ്അൽ ലീ നൂറ, എനിക്ക് മൊത്തം നീ പ്രകാശം കൊണ്ട, വളാഇഫ് ലീ നൂറ, എനിക്ക് പ്രകാശം നീ ഇരട്ടിപ്പിച്ചുകൊണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞ ഒരു റിവായത്തിൽ, ഇമാം മുസ്ലിമിന്റെ ഒരു റിവായത്തിൽ കാണാം, ഇങ്ങനത്തെ കാണാം, വജ്അൽ നീ, ലീ ലാമു കൊണ്ടല്ല നൂന് കൊണ്ട്, വജ്അൽ നീ, എന്നെ തന്നെ നീ പ്രകാശമാക്ക്. അസ്ല് നൂറായ റസൂലുള്ള പിന്നെ എന്തുണ്ടാക്കാനാണ് പറഞ്ഞത്? എന്തിനാ ദുആ ചെയ്തത്? അസാലത്തൻ നൂറാനിയത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറആനി നൂറൻ സാത്തിആ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി, നിങ്ങൾ ചിന്തിക്കണം, ഫറആനി, ആദം അലൈഹിസ്സലാത്തു വസ്സലാം റആനി നൂറൻ സാത്തിആ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി. ഖദ് ജാഅകും നൂറുൻ എന്ന് പറഞ്ഞത് എല്ലാ നൂറിന്റെയും അസ്ലായതുകൊണ്ടാണ് ഉലമാ നമ്മെ പഠിപ്പിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കേൾവിയിൽ, ചെവിയിലും, കണ്ണിലും, കാതിലും എല്ലാം അവസാനം എന്നെ തന്നെ പ്രകാശമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഈ ബശരിയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ എന്ന വിധത്തിലുള്ള ഈ ബശരിയായ ഈ ശരീരത്തിൽ അതിന്റെ ഓരോ അംശത്തിന്റെ മേലും ഈ നൂറാനിയത്ത് നീ ഗാലിബാക്കി തരണമേ, ആ ബശരീയത്തിന്റെ സ്വഭാവം ഇല്ലാതാക്കണമേ എന്നാണ് അത് ചെയ്തത്. മനസ്സിലായ? അതാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അയിമ്മത്ത് പറഞ്ഞു, ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടാവാറില്ല. കാരണം റസൂലുള്ളാഹി ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്, വജ്അൽനി നൂറ. അസ്ല്, നേരത്തെ പറഞ്ഞ അസ്ല് നൂറായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭൗതിക ശരീരം ഉണ്ടല്ലോ, ഈ ശരീരത്തിന് ഉണ്ടാവാലോ. അതിനാണ് പറയുന്നത് വജ്അൽനി നൂറ, ആ നൂറാനിയത്തിന്റെ സ്വഭാവം എന്റെ ശരീരത്തിന്റെ ഓരോ അംശത്തിലേക്കും കൊണ്ടുവരണം എന്നാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ളില്ല് കാണപ്പെടാറില്ല. ലാ യദ്ഹറു ലഹു ളില്ലുൻ. അസ്നൽ മതാലിബ് നോക്കിയാൽ കാണാം, മവാഹിബുൽ ലദുന്നിയ, ശറഹ് മവാഹിബുൽ ലദുന്നിയ സുർഖാനി, അതുപോലെ കശാഫുൽ ഖിനാഅ്, ഹംബലി ഫിഖ് കിതാബ് കശാഫുൽ ഖിനാഅ് തുടങ്ങിയുള്ള ഒരുപാട് കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവർ ഈ ഹദീസ് അതിനുദ്ധരിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ ഈ ഹദീസ്, ഈ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രധാന വിഷയം, ഇത് റസൂലുള്ളാഹിയുടെ ശരീരത്തിനുള്ള അവസ്ഥയാണ്. ഇത് പിന്നെ നീങ്ങുന്ന പ്രശ്നമില്ല. അത് റസൂലുള്ളാഹിയുടെ ശരീരം അങ്ങനെ ആയിത്തീർന്നതാണ്. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസാലത്തിന് അങ്ങനെയാക്കി. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ റസൂലുള്ളാഹി ചോദിക്കുന്നത് എന്തിനാ? അത് പൂർണ്ണമാക്കാൻ, വർദ്ധിപ്പിക്കാൻ. ഖൽബിൽ നൂറ് കൊണ്ടാന്ന് ചോദിക്കുന്നത് ഖൽബിൽ നൂറില്ലാത്തത് കൊണ്ടല്ലല്ലോ. എന്നപ്പോൾ വജഅൽനി നൂറ എന്ന് പറയുന്നത് ഉള്ള നൂറിനെ കൂടുതൽ പരിപോഷിപ്പിക്ക്. അലൽ അഖൽ, ഏറ്റവും ചുരുങ്ങിയ ഇഹ്തിമാൽ അനുസരിച്ച്. റസൂലുള്ളാഹിയുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മുഴുവനും നൂറാനിയായി മാറിയിട്ടുണ്ട് എന്ന് പറയാതെ സാധ്യമല്ല. ഒന്നുകിൽ നൂറാനിയായിട്ടാണ് വെക്കപ്പെട്ടത്, അതിനെപ്പോലും, എന്നാൽ അല്ലെങ്കിൽ ആ നൂറാനിയായി മാറിയിട്ടുണ്ട്. അലൽ അഖൽ അങ്ങനെയെങ്കിലും പറയാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാ ആ ഹദീസ് അവിടെ തെളിവ് ഉദ്ധരിച്ചത്. മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അയിമത്ത് പ്രധാനമായിട്ട് ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ ഇതാണ് പറയുന്നതും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് ഫൈല് സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് മാത്രമേ കഴിയൂ. പിന്നെ അതല്ലേ പറയുന്നത്, അള്ളാഹിന്റെ റസൂലിനെ സൃഷ്ടിക്കില്ല, ലോകത്ത് സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞതൊക്കെ അർത്ഥം അതാണ്. അതിലേക്കൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്നാൽ അതിന്റെ അപ്പുറവും നബി സല്ലല്ലാഹു അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലാ യദ്ഹറു ലഹു ളില്ലുൻ,
സൂനിൽ വെളിവാർന്ന സന്ദർഭത്തിൽ لم يكن لرسول الله صلى الله عليه وسلم ظل ولم يكن مع شمس قط إلا ولم يقم رسول الله നിന്നിട്ടില്ല مع شمس قط إلا غلب ضوءه ضوء الشمس ولم يكن يقم مع سراج قط إلا غلب ضوءه ضوء السراج. ഒരു വെളിച്ചത്ത് വിളക്കിന്റെ മുന്നിൽ നിന്നാലും സൂര്യന്റെ മുന്നിൽ നിന്നാലും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴല് കാണാറില്ല എന്ന് പറയുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ സ്വീകാര്യത എത്രമാത്രം ഉണ്ട് എന്ന കാര്യം ചർച്ച ചെയ്താൽ അതിൽ ബഹുമാനപ്പെട്ട ഹക്കീമു തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. അതിനെ സംബന്ധിച്ച് രണ്ട് വിധത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടർമാരുടെ കാര്യത്തിൽ മുഹമ്മദ് ബിൻ സാഹിബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് മുഹമ്മദാണ് എന്ന ചർച്ച വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ റാവിനെ സംബന്ധിച്ചും വന്നിട്ടുണ്ട്. അതിൽ ഒരു രൂപത്തിൽ പോയാൽ അതും സഹീഹാണ്, മറ്റൊരു രൂപത്തിൽ പോയാൽ അതിൽ പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ അതേ ഹദീസ് ഇമാം അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ അൻ ഇബ്നു ജുറൈജ് അഖ്ബർനി നാഫിഉൻ അന്ന ഇബ്നു അബ്ബാസ് വളരെ കൃത്യമായ സനദ് ഒരു പോറലുമില്ലാത്ത സനദ് സനദിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അൽ ജുസ്ഉൽ മഫ്ഖൂദ് മുസന്നഫ് അബ്ദുർ റസാഖ് അതിൽ കാണാം. പഴയ കാലത്ത് ആദ്യം ഇറങ്ങിയിട്ടുള്ള മുസന്നഫിൽ ഒരുപാട് ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജംഅ് ചെയ്തുകൊണ്ട് പലരുമായി ജംഅ് ചെയ്തുകൊണ്ട് പുതുതായി ഇറക്കിയ അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ ഈ ഹദീസ് കാണാം. ഏതായിരുന്നാലും ഈ ഹദീസ് ഉണ്ടായാലില്ലെങ്കിലും നമ്മുടെ അയിമ്മത്തൊക്കെ നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അതിന്റെ അസ്ല് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്. അതിന്റെ കാരണം അതാണ്. അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഷമാഇലിന്റെ കിതാബുകളിൽ ഒരുപാട് ഹദീസുകൾ ഈ സംഗതി ശരിവെക്കുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായോ? ഇതിനെ വെല്ലുന്ന ശരിയായ ഓരോറ്റ റിപ്പോർട്ടും ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയില്ല. ഇത് വളരെ കൃത്യമായ തെളിവാണ്. ഇതിനെ വെല്ലണമെങ്കിൽ വളരെ കൃത്യമായി റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് എന്ന അർത്ഥത്തിലുള്ള ഹദീസ് കാണാം, നസ്സുൽ സരീഹ കാണണം. ആരോ ഒരാൾ ഉദ്ധരിച്ചത്രേ ഏതോ ഒരു ക്ലാസ് റൂമിൽ പറഞ്ഞ് മുസ്ലിം ലോകം മുഴുവനും അംഗീകരിച്ചു വന്ന, സുന്നി ലോകം അംഗീകരിച്ചു വന്ന ഇവരുടെ തന്നെ മുൻകാല ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിച്ചിട്ടുള്ള എന്നല്ല ഇവരെ നിലവിലുള്ള പല സ്ഥലങ്ങളിലും വിവരിച്ചിട്ടുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് വിവരിച്ചിട്ടുള്ള ആ യാഥാർത്ഥ്യം നമ്മുടെ ഇമാമീങ്ങളൊക്കെ, നമ്മുടെ ഇമാം ഷായിരീങ്ങളൊക്കെ, ആഷിഖീങ്ങളായ കവികളൊക്കെ വളരെ പാടിപ്പുകഴ്ത്തിയിട്ടുള്ള ആ മഹത്വത്തെ അവഗണിക്കാൻ വേണ്ടി എന്തിന് തങ്ങൾ എവിടെന്നോ ഒരു ചോറ് ബസാറിൽ നിന്നൊരു മുടി കൊണ്ടുവന്നപ്പോ ഒരു മുടി കൊണ്ടുവന്നിട്ട് ആ മുടിക്ക് അത് റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന് ചേർത്തി പറഞ്ഞപ്പോൾ റസൂൽ അതിന് നേലുണ്ട് എന്ന് വന്നപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി ഈ മഹത്വത്തെ, ഈ ഖുസൂസിയത്തിനെ നിഷേധിക്കുക എത്ര വലിയ പാതകമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? സമൂഹത്തെ ഒറ്റുകൊടുക്കുകയോ? നിങ്ങൾ ആരുടെ ചാരന്മാരാണ്? ഇതിനാണ് നിങ്ങൾ ഈ പണിയൊക്കെ ഒപ്പിച്ചിരുന്നതല്ലേ? റസൂലുള്ള 6 വർഷം മുടി വെട്ടിയിട്ടില്ലെന്ന് പറയുക, പ്രാകൃതനാക്കുക, അവരുടെ പത്രത്തിൽ എഴുതി വിടുക. ഇതൊക്കെ വായിക്കുന്ന ആളുകളുണ്ട്, അമുസ്ലിങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവർക്ക് വടി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ മഹത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ച, നിങ്ങളുടെ തന്നെ പുസ്തകങ്ങളിൽ ഇന്നും അയക്കപ്പെടാതെ നിലനിൽക്കുന്ന, നിങ്ങളുടെ സൈറ്റുകളിൽ പോലും ഇന്ന് നിലനിൽക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം വന്നല്ലോ. നിങ്ങൾ സുന്നി എന്ന പേര് നിങ്ങൾ മാറ്റണം. വേറെ വല്ല പേരിട്ടോ. എന്തിനു നിങ്ങൾ സുന്നി പറയണം? സുന്നി പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയല്ലേ നിങ്ങൾ ഈ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് കളിക്കുക, ഇവിടെ ചുന്നി പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ആ ഹദീസ് തന്നെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ആ ഹദീസിൽ തന്നെ നിങ്ങൾ ഉദ്ധരിച്ച അതിനു വേണ്ടി കൊണ്ടുവന്ന ഹദീസ്, ആ ഹദീസിൽ തന്നെ പറയുന്നത് എന്താണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയുമായി കുറച്ചു കാലം തെറ്റി നിൽക്കേണ്ടി വന്നു. പിന്നീട് റസൂലുള്ളാഹി അവരെ വീട്ടിലേക്ക് വരിക, മൂപ്പത്തിയേര് ഇനി റസൂലുള്ളാഹി വരില്ല എന്ന നിരാശയിൽ കഴിയുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് അകലെ നിന്നിങ്ങനെ കാണുക. ആ സംഭവം വിവരിക്കുന്നിടത്ത് പറയാം, അവർ കണ്ടു, ആ സൈനബ് ബീവി കണ്ടു, റസൂലുള്ളാഹിയുടെ ദാത്തിനെ കണ്ടു, ഖദ് അക്ബൽ വരുന്നുണ്ടു, റസൂലുള്ള വരുന്നത് കണ്ടു. അതാണ് അതിന്റെ അർത്ഥം. ഏതൊരാൾക്കും മനസ്സിലാവുന്ന യാഥാർത്ഥ്യം. ഒരൽപ്പം നിഷ്പക്ഷതയുണ്ടെങ്കിൽ, കാര്യബോധമുണ്ടെങ്കിൽ, പടച്ചവനെ പേടിയുണ്ടെങ്കിൽ, കബറിൽ കിടക്കുന്ന പേടിയുണ്ടെങ്കിൽ മനസ്സിലാകുന്ന കാര്യമല്ലത്. അല്ലെങ്കിൽ ലില്ല് മാത്രമായിട്ട് ഒരു ഇഖ്തിബാൽ ഉണ്ടാവൂ. റസൂലുള്ളാഹിയുടെ നേല് വരുന്നത് കണ്ടു. റസൂലുള്ള വരെ അതെങ്ങനെയാണോ നേല് വരല്? നാം സാധാരണ ഒരാളെ ആൾപെരുമാറ്റം കണ്ടു, ഒരാളുടെ നേലാട്ടം കണ്ടു എന്നൊക്കെ നമ്മൾ പറയും. ഇതിന്റെ അർത്ഥം നേല് കണ്ടു എന്നല്ല. അതിന്റെ അർത്ഥം അകലെ നിന്ന് ഒരു റസൂല എന്ന് തോന്നുന്ന വിധത്തിൽ ഒരാൾ അങ്ങനെ വരുന്നത് കാണാൻ. അത് അകലെ നിന്നാണ് കാണുന്നതും, അകലെ നിന്നാണത് കാണുന്നതും. അവിടെ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ കണ്ടപ്പോ വേഗം പോയിട്ട് കട്ടലും ബെഡൊക്കെ ശരിയാക്കി റസൂലുള്ളാഹിന്റെ മുമ്പ് എന്നാണ് വിളിക്കുന്നത്. അഖ്ബല ഫഅഅദത് സരീറഹ വമതാഅഹ ഒക്കെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലഹു ഖദ് അഖ്ബൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഒരാൾ റസൂലുള്ള വരുന്നത് കണ്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. യാതൊരു സംശയവും അതിലില്ല. അല്ലെങ്കിൽ ലില്ല് മാത്രമായിട്ട് വരുന്ന പരിപാടിയില്ല, അതാർക്കും അറിയുന്ന കാര്യമല്ല. അപ്പോൾ അത് സാധാരണ നമ്മളൊക്കെ പ്രയോഗിക്കുന്നത് പോലെ ആ ഒരു നേലാടം കണ്ടപ്പോൾ ഇത് സാധാരണ അറബി ഭാഷയിലെ സാധാരണ പ്രയോഗ. അല്ലെങ്കിൽ യൗമലാലില്ല ഇല്ലാ ലില്ലുഹു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ ലില്ലല്ലാതെ വേറെ ലില്ലില്ല എന്ന്. അള്ളാഹ്ക്ക് ലില്ലുണ്ടോ മൗലവി? അള്ളാഹുവിന്റെ ലില്ലുണ്ടോ? എന്നാ അവിടെയും പറയണീ അത്. നിന്റെ മുടി ശരിയാക്കാൻ വേണ്ടി അതും പറയാലോ നിനക്ക്. ഏതോ ഒരു കള്ളന്റെ അടുത്ത് നിന്ന് മുടി കൊണ്ടുവന്നിട്ട് അത് സത്യമാക്കാൻ വേണ്ടി ഇതും പറയാലോ അള്ളാഹ്ക്ക് നേലുണ്ട് എന്ന്. എന്താ അത് പറയാത്തത്? നിങ്ങൾ വിചാരിച്ചു അല്ലേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു അല്ലേ, നിങ്ങൾ ഏലിമീങ്ങളാണ് എന്ന്. അഹങ്കാരം പറയാ, തോന്നിവാസ് പറയാ റസൂലുള്ളാഹിയുടെ മേൽ. വളരെ വേദനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതിനൊന്നും മുതിരുന്നവരായിരുന്നില്ല. നിങ്ങൾ പല കോപ്രായങ്ങളും ഇവിടെ കാട്ടിയിട്ടുണ്ട്, പല വഞ്ചനയും ചെയ്തിട്ടുണ്ട്, പലതിന്റെ പേരിൽ സമൂഹത്തെ തട്ടിച്ചിട്ടുണ്ട്, സമൂഹത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. ഹബീബിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞത്. മുസ്ലിമീങ്ങൾ താലോലിച്ചു കൊണ്ടുവന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അതിനുവേണ്ടി ഒരുപാട് യുദ്ധം ചെയ്ത, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് പടുത്തുയർത്തിയ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധമായ പരിപാവനമായ അസ്ഥിവാരം തന്നെ, ആ മഹത്തായ ആ പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരം തന്നെ തകർക്കുന്ന തോന്നിവാസം പറയാം. നിങ്ങളെ ഞങ്ങൾ വിട്ടുതരുമെന്ന് വ്യാമോഹിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇൽമെന്താന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഇൽമിൽ യാതൊരു വേരും ഓടാത്ത പേരോടിയതൊരു കാര്യമില്ല. കോപ്പായ മൗലവി വേരോടണം, പേരല്ല ഓടേണ്ടത്. ഇൽമിൽ വേരോട്ടം വേണം, കിശിരിയായ പോരാ. എന്നിട്ട് ഞങ്ങൾ കൊടുത്ത അലിമ് ഇൽമെന്താ നിങ്ങൾ പറഞ്ഞു തരും. കോപ്രായം കാട്ടലായിരുന്നാ വിചാരിച്ചത്? ധൈര്യമുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നിങ്ങൾ ഈ കളിക്കുന്ന വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നിങ്ങൾ ഈ കളിക്കുന്ന വിഷയത്തിൽ പണ്ഡിതോചിതമായി ഏറ്റുമുട്ടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വെറുതെ അവിടെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക, നേരിട്ട് തയ്യാറാവാതിരിക്കുക, അതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾ മനസ്സിലാക്കണം. വേദനിച്ചതുകൊണ്ടാ പറയുന്നത്. ഒരുപാട് സഹിച്ചു. റസൂലുള്ളാഹിയുടെ പേര് വല്ലാതെ കളിച്ചു നിങ്ങൾ. ഇതൊക്കെ കേട്ട് ഞങ്ങൾ വേദനിക്കുകയായിരുന്നു. ഈ വേദന തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ തന്നെ തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങൾ കാത്തിരുന്നോ, ഓരോ ദിവസവും ഞങ്ങൾ പഠിപ്പിച്ചു തരും. ആവശ്യം ഇനി ഇതിന് വല്ല തോന്നിവാസം പറഞ്ഞാൽ ഇതിന്റെ 10 ഇരട്ടി ഞങ്ങൾ അളന്നു തരും. ഓർമ്മിച്ചോ? അതുപോലെ ഈ മഹത്വമുള്ള ഈ സാധനം
ആണ് എന്ന് വരുത്താൻ വേണ്ടി, മഹത്വമുള്ളതാണ് എന്ന് വരുത്താൻ വേണ്ടി, ഈ കള്ളസാധനത്തെ വരുത്താൻ വേണ്ടി ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞു. അത് കത്തുമെന്ന് പറഞ്ഞു. മൗലവി എങ്ങനെയാണ് അത് നശിച്ചു പോവുക? അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ? ഈ നൂറായ സാധനത്തെ എങ്ങനെ നശിപ്പിക്കാൻ കഴിയും? ഇത് മുഴുവനും നൂറല്ലേ? റസൂലുള്ളാഹിയുടെ ഓരോ രോമങ്ങളും രോമക്കുത്തുകളും നൂറല്ലേ? ഈ നൂറാനിയായ അവസ്ഥയിലേക്ക് എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ നശിപ്പിക്കാൻ കഴിയാം? കത്തിച്ച കരിഞ്ഞാണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക? കഴിയില്ല. മാത്രമല്ല, വലാ തഅകുലുൽ അർളു ലുഹൂമൽ അംബിയാ, അംബിയാക്കളുടെ ശരീരത്തെ ഭൂമി തിന്നുകയില്ല, അത് നശിച്ചു പോകല. അതുകൊണ്ട് അതുപോലെ തന്നെ ഇഹ്റാഖും ഉണ്ടാവുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നു. അസ്നൽ മതാലിബിൽ കാമിദ് വലാ തഅകുലുൽ അർളു ലുഹൂമൽ അംബിയാ ലാ യദ്ഹറു ലഹു ളില്ലുൻ എന്നൊക്കെ അവിടെയും കാണാം നമുക്ക്. വലം യകുൽ ലഹു ഫൈഉൻ കശാഫുൽ ഖിനായിൽ ഹംബലി കിതാബാണ്, ഹംബലി ഫിഖ്ഹിന്റെ കിതാബാണ്, അതിലും കാണാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ശരീരത്തിന്റെ ഓരോ അംശത്തിനും എപ്പോഴും നിലനിൽക്കുന്ന പ്രത്യേകതകളാണത്. അത് അവിടെ നിന്ന് പിരിഞ്ഞു എന്നതുകൊണ്ട് ഇല്ലാതെയാകുന്നില്ല. അങ്ങനെ ഇല്ലാതെയാവുകയാണെങ്കിൽ പിന്നെന്തിനതായിട്ട് നടക്കുന്നത്? പിന്നെന്തിനാ റസൂലുള്ളാഹി ഇത് കളഞ്ഞപ്പോ കൊടുത്തത്? കളഞ്ഞതിന്റെ ശേഷം കൊടുക്കുന്നതിനെ കളഞ്ഞാൽ തന്നെ റസൂലിൽ നിന്ന് പിരിഞ്ഞല്ലോ, വഫാത്താവൊന്നും വേണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ തലയിൽ നിന്ന് മുടി കളഞ്ഞപ്പോ തന്നെ റസൂലിൽ നിന്ന് പിരിഞ്ഞല്ലോ. അതുകൊണ്ട് അതിന്റെ പ്രത്യേകതകൾ ഇല്ലാതെയാവുകയാണെങ്കിൽ എന്തിനേ മൗലവി റസൂലുള്ള കൊടുത്തത്? ഇതൊക്കെ നിങ്ങളോട് ചോദിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളോട് ചോദിക്കേണ്ടി വന്നല്ലോ ഇത്. നിങ്ങൾ സുന്നി പറഞ്ഞിട്ടല്ലേ നിങ്ങളുടെ കീശ വീർപ്പിച്ചത്? സുന്നി പറഞ്ഞിട്ടല്ലേ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി പള്ളപ്പള്ളി ഉണ്ടാക്കിയത്, പള്ളിക്കടുത്ത് പള്ളി ഉണ്ടാക്കിയത്? സുന്നികളുടെ പേരിലല്ലേ ഇതൊക്കെ പിരിണ്ടാക്കിയത്? അല്ലേ? സുന്നി പോരാ എന്ന് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ. സുന്നി പോരാ, ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹുടെ കറാമത്താണ് ഈ കാണുന്നത്. അവർക്ക് സുന്നി പോരാ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഇപ്പൊ നിങ്ങളുടെ സുന്നിസല്ലേ ഈ അഴിഞ്ഞു കിടക്കുന്നത്? ഫശഅറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്തരിഖു, അത് കരിഞ്ഞു പോവില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി രോമങ്ങൾ അത് കരിഞ്ഞു പോവുകയില്ല. അത് പുണ്യ രോമങ്ങളാണ്, പുണ്യകേശങ്ങളാണ്. അതൊരിക്കലും കരിഞ്ഞു പോവുകയില്ല. ഇദാ തുരിഹത്ത് ഫിന്നാർ, അത് തീയിലിട്ടാൽ. വഖദ് വറദ ഫീ നഫ്സിൽ മർ വആയത്ത് സൂൽ ഫീ ഖസാഇസിർ റസൂൽ അൻ സയ്യിദിനാ അനസ് റളിയല്ലാഹു തആല അൻഹു حدثنا دينار مولى أنس قال صنع أنس لأصحابه طعاما فلما طعموا قال يا جارية هات المنديل فجاءت بمنديل ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത ഖാദിമായ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു സദ്യ ഉണ്ടാക്കി. ആ സദ്യക്ക് ഒരുപാട് ആളുകൾ വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 വർഷം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത മഹാനാണല്ലോ അനസ് റളിയല്ലാഹു തആല അൻഹു. അവര് ഒരു വലിയ സദ്യക്ക് ആളുകളെ ക്ഷണിച്ചു. ആ സദ്യയിൽ പങ്കെടുക്കാൻ പലരും വന്നു. അങ്ങനെ ആ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ അവരുടെ ജാരിയത്തിനോട് പറയാണ്, ഒരു ടവല് ആകെ പഴകിയ ഒരു ചളി പിടിച്ച ഒരു മിന്തിയില് ഒരു ടവൽ അവിടെ ഉണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവര് അത് തീയിലിട്ടു. അത് തീയിലിട്ടപ്പോൾ അത് തീയിലിടാൻ പറഞ്ഞു. അത് തീയിലിട്ടു. അപ്പോൾ അത് കരിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിലെ അഴുക്കുകൾ ഫുള്ളായി നീങ്ങിയും കൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ആ ടവല് തിരിച്ചു വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം, എന്താണിത്, എന്താണ് ഈ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല ഇൻ കാന ഹാദാ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിയുടേതാണെങ്കിൽ ഫഇന്നൻ നാറ ലാ തഹ്രിഖു ഷൈൻ മസ്സതുഹു ഐദിൻ അംബിയാ, അല്ലെങ്കിൽ ഇൻ കാന ഹാദാ, തീർച്ചയായിട്ടും ഇതായിരുന്നു ലിനബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നല്ല, അംബിയാക്കളുടെ ശരീരം തൊട്ടതൊന്നും കരിയുകയില്ല എന്ന്
ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ദഹബി താരീഖിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം ദഹബി താരീഖിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം ബഹുമാനപ്പെട്ട ഹസബിനുൽ മലീഹ് എന്ന് പറയുന്ന ഹസനബിനുൽ മലീഹ് ഇബ്നു മുസ്ലിം ഇബ്നു ഉബൈദുള്ള എന്നവരുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. അതിൽ പറയാണ് അദ്ദേഹം ആ ഹസനബിന് മലീഹ് പറയാണ്, ദിമിഷ്കിലെ രാജാവിന്റെ അടുത്തേക്ക്, ദിമിഷ്കിലെ ഭരണാധികാരിയുടെ അരികിലേക്ക് ഞാൻ പോയി. ഫഅതൈതുഹു, അവിടെ ചെന്നു. ഞാൻ അന്ന് ചെറുപ്പക്കാരനാണ്. അത് ഹിജ്റ 373 അദ്ദേഹം തങ്ങന്മാരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. എന്റെ പിതാവ് അന്ന് മദീനയിലെ അമീറാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ ഒരു ഹോളിൽ താമസിച്ചു. എന്നിട്ട് ഞാൻ ഇദ്ദേഹം തങ്ങന്മാരെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ കയ്യിൽ കുറച്ച് മുടിയുണ്ടായിരുന്നു. തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറുൽ മുബാറക് പുണ്യകേശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തിന് ഹദിയയായി കൊടുത്തു. അപ്പോ പിന്നെ അദ്ദേഹം വളരെ സന്തോഷത്തിൽ അത് സ്വീകരിക്കുകയും എനിക്ക് അതിന് പകരം വലിയ ഹദിയകൾ തരികയും ചെയ്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഈ മഹാൻ പറയാൻ, ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ ചില ആളുകൾ അസൂയക്കാര് അതിനെ കളിയാക്കി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചു. അത് ഇപ്പൊ റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന് എന്താ തെളിവ്? അത് വേറെ വല്ല ആയിക്കൂടെ, അത് വേറെ ആരുടെയെങ്കിലും മുടി ആയിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ച് മോശമായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിറ്റേന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ എന്നോട് വളരെ മോശമായി പെരുമാറി. ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മോശമായി പെരുമാറിയത് കണ്ടപ്പോ എനിക്കും ദേഷ്യം വന്നു. ഞാൻ ഇന്നലെ തന്ന ഹദിയ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയും. അത് കൊണ്ടുവന്നപ്പോൾ തീ കത്തിക്കാൻ പറയുകയും തീ കത്തിച്ചിട്ട് അതിൽ 14 മുടിയുണ്ടായിരുന്നു. ഈ 14 പുണ്യകേശങ്ങളും ഞാൻ അതിലിട്ടു. 14 പുണ്യകേശങ്ങളും ഇട്ടു. ഫലം യഹ്തരിഖ്, അത് കരിഞ്ഞു പോയില്ല. അപ്പോ അമീർ കരഞ്ഞുപോയി. യാ ഹയാഅന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മുടിയെ ഞാൻ ഇങ്ങനെ അവമതിക്കേണ്ടി വന്നല്ലോ എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ കരഞ്ഞുപോയി എന്ന് പറയാം. അപ്പോ പിന്നെ എന്നെ വല്ലാതെ ബഹുമാനിക്കുകയും എനിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തു എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അതുപോലെ താരീഖ് ബഗ്ദാദിന്റെ ഒരു ദൈലുണ്ട് ഇബ്നു നജ്ജാറിന്റെ. അതിൽ വിവരിക്കുന്ന ഒരു രാജാവിനെ, അതായത് അബൂ മൻസൂർ അൽ മുസ്തർഷിദ് ബില്ലാ, അദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൊല്ലാൻ വരികയും അക്രമമായി അവരെ കൊല്ലുകയും ചെയ്തു. അപ്പോ പിന്നീട് ഈ കൊല്ലാൻ വന്ന ആളുകളെ ഇദ്ദേഹത്തിന്റെ ആളുകൾ പിടിച്ചു. അവരൊക്കെ നന്നായി കൊന്നു കളഞ്ഞു എന്ന് മാത്രമല്ല, അവരെ എന്ത് ചെയ്തു? കരിച്ചു കളയുകയും ചെയ്തു. അവര് ഓടാൻ ശ്രമിച്ചു, പക്ഷെ അവരൊക്കെ പിടിച്ചു, അവരൊക്കെ കൊല ചെയ്തു. എന്നിട്ട് അവരില് തീ കത്തിച്ചപ്പോ ഇവര് ഈ രാജാവിനെതിരുള്ള ആളാണ്, ആ രാജാവിനെതിരിൽ വന്ന ആളുകളാണ്. അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാൻ ഇല്ലാതിരിക്കാം. ഏതായിരുന്നാലും അവര് പലതരം ആളുകളുണ്ട്. ഇങ്ങനെ ഇവരെ അവര് പിന്നെ തീ കത്തിച്ചു. ഇവരെ കത്തിച്ച് കരിച്ചു കളയാൻ തീരുമാനിച്ചു. അങ്ങനെ കത്തിച്ച് കരിച്ചു കളഞ്ഞപ്പോ എല്ലാവരും കരിഞ്ഞുപോയി. ഫബഖിയത് യദു അഹദിഹിം, ഒരാളുടെ കൈ ശേഷിച്ചു. ലം തഹ്തരിഖ്, അത് കരിഞ്ഞില്ല. വഹിയ ഖാരിജത്തുൻ മിനന്നാർ, അത് തീയുടെ പുറത്തായി നിൽക്കുന്നു. മൽമൂമത്തൻ, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, മുറുക്കി പിടിച്ചിട്ടുണ്ട്. കൈയിന്റെ വിരലുകൾ നിവർന്നിട്ടല്ല ഉള്ളത്, മുറുക്കി പിടിച്ചിരിക്കുക. വീണ്ടും ആ കൈയിനെ കത്തിക്കാൻ ശ്രമിച്ചു നോക്കി, അപ്പോഴും അത് കത്തിയില്ല. എന്ന് മാത്രമല്ല, ഒരു നിലക്കും അത് കത്താതെ വന്നപ്പോൾ ഫഫതഹു യദഹു, അവര് അയാളുടെ കൈ തുറന്നു നോക്കി. ഈ കൈവിരൽ തുറന്നു നോക്കിയപ്പോൾ, പ്രയാസപ്പെട്ട് തുറന്നു നോക്കിയപ്പോൾ ഫീഹാ ശഅറാത്തുൻ മിൻ കരീമത്തിഹി സ്വല്ലല്ലാഹു അലൈഹി, റസൂലുള്ളാഹിയിൽ നിന്നുള്ള രോമങ്ങൾ, പുണ്യകേശങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ആ രാജാവ് മസ്ഊദ്, അതിനുശേഷം വന്ന രാജാവ് അതെടുക്കുകയും സ്വർണത്തിന്റെ പാത്രത്തിൽ ഇതിനെ സൂക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാം. ഇത് നമ്മളൊക്കെ എല്ലാവരും അംഗീകരിച്ചു വന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പുസ്തകങ്ങളിൽ അതുള്ളതാണ്, കിതാബുകളിലുള്ളതാണ്. അതുപോലെ ഈ പറയുന്ന വിഭാഗങ്ങൾ തന്നെ മുൻകാലങ്ങളിൽ ഇതൊക്കെ സമ്മതിച്ചതാണ്. എന്നല്ല, ഈ ഇദ്ദേഹത്തിന് മുടി കൊടുത്ത ആള് എന്ന് പറയുന്ന ആളുകൾ ഇത് ചെയ്തു നോക്കാറുണ്ട് എന്നും അവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോ അതൊന്നും നിലനിൽക്കുന്നില്ല. തങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നാടിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ
ഇനി ഇതിനെ മുഴുവനും നിഷേധിക്കൽ, ദീന് സനദ് കൊണ്ടാണെന്ന് പറഞ്ഞ ആള് സനദ് ഓദിക്കുന്നത് കുഫറാണെന്ന് വരെ, ദീനിൽ നിന്ന് പുറത്താണെന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്നതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം മഹത്വങ്ങളെ പറയുന്നത് അത് യുക്തിവാദമാണ് എന്ന് എഴുതുന്ന അവസ്ഥയിലേക്ക് ഈ ഖൗമ് എത്തി. നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ആദ്യം കേട്ട ക്ലിപ്പ് എന്താ പറയുന്നത്?